ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല, ഈ കൃഷ്ണഭക്തി ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടായിരുന്നോ, അതോ? എന്താ പറഞ്ഞത്? ഒരു വിഷയം കിട്ടി അതിനെ സംസാരിച്ചോണ്ടിരിക്ക. നമ്മുടെ വീടിനകത്തല്ലേ, ഇവിടെ അങ്ങനെ ശല്യമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. ശരി, അമ്മയുടെ ഇഷ്ടം. എന്തായാലും അവളുടെ സാധനങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോകുന്ന നല്ലതാ. ഇടക്കിടക്കത് കാണുമ്പോ പേടിക്കണ്ടല്ലോ. ചെറിയ വാ. ഇത്രയൊക്കെ കള്ളത്തരം അവരെവിടുന്നാ പഠിച്ചേ പത്മിനി? ഓ, പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ, ഇനി അതൊന്നും മാറ്റാനും പറ്റില്ല. ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാന്ന് ഞാൻ പറഞ്ഞത് രാധികമോൾ അതൊക്കെ കണ്ട് വിഷമിക്കണ്ടെന്ന് കരുതിയിട്ടാ. ഇവരാരും പറയുന്ന പോലല്ല. അവൾക്ക് അവളുടെ അനുജത്തിയെ കാര്യമായിരുന്നു. പ്രിയങ്ക അവളെ എത്ര ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും അവള് കാര്യമാക്കിയിട്ടില്ല. രാധികയുടെ പെരുമാറ്റത്തിന്റെ മഹത്വം എന്താണെന്ന് എല്ലാവരും ഇനി മനസ്സിലാക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ പത്മിനി. അവര് വന്നു. എന്താ വരണ ഇങ്ങനെ നോക്കി നിൽക്കുന്നു? കേറി വാ. വാ. ഞാൻ ഈ ഫിദ മേഡത്തിന് രാധികയോടുള്ള സ്നേഹം നോക്കി കാണുമായിരുന്നു. ആറ്റുവാശ്ശേരിയില് രാധിക അമ്മയുടെ അടുത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വീട്ടില് എന്റെ അമ്മയുടെ അടുത്തും. സത്യം പറയാലോ മാഡം, അതിനേക്കാൾ ഉപരിയിലുള്ള ഒരു ഫീലാ നിങ്ങൾ തമ്മിൽ കാണുമ്പോ. ഇവളെന്റെ സ്വന്തം മോളല്ലേ. അല്ല, അങ്ങനെയാണ് ഞാൻ കരുതുന്നതെന്ന് പറയായിരുന്നു. രണ്ടുപേരും കൂടി എവിടെ പോയതായിരുന്നു? അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. ഇത് എന്റെ കുറച്ചുനാൾ മുമ്പത്തെ ഒരു ശീലമാ. ലക്ഷ്യബോധമില്ലാതെ ഇങ്ങനെ സഞ്ചരിക്കുക, ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാതെ. മുമ്പാണെങ്കിൽ ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും അവിടുത്തെ ശീലങ്ങൾക്കനുസരിച്ച് അവിടെ തന്നെ കൂടും, അവിടെ തന്നെ ഇങ്ങനെ കിടന്നുറങ്ങും. ഇപ്പൊ പിന്നെ അത് പറ്റില്ലല്ലോ. ഇയാള് കൂടിയില്ലേ? ഞങ്ങള് രാവിലെ ഒന്ന് ക്ഷേത്രത്തിൽ പോയെന്ന് പറഞ്ഞില്ലേ? അവിടെ ഞങ്ങളുടെ പേരിൽ വഴിപാട് നടത്തിയ സ്ത്രീയെപ്പറ്റി അയാൾ ചില ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ സത്യത്തിൽ എന്താ കരുതിയെന്ന് അറിയോ? അമൃതമ്മയുടെ ആയിരിക്കുന്നു. ഞാനിന്ന് പുറത്തൊന്നും പോയിട്ടില്ല. അല്ലെങ്കിലും ഫിദ വീട്ടിലുള്ളപ്പോ ഞാൻ ഫിദയുടെ കൂടെ ഉണ്ടാവും. ഇരിക്കുമോളെ, വരുന്നിരിക്ക. ഫിദ മേഡം കൃഷ്ണഭക്തിയാണല്ലേ? അല്ല, ഇയാള് പറഞ്ഞതാ. സത്യം പറഞ്ഞാ ഇത് മറ്റുള്ളവർ കാണുകയും അംഗീകരിക്കുകയും അനുകരിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആക്ച്വലി ദൈവത്തിന്റെ ഒരു കോൺസെപ്റ്റ് അതാണല്ലോ. എല്ലാവരും ദൈവത്തിന്റെ മക്കൾ. ആർക്കും ദൈവത്തിന് മുന്നിൽ വേർതിരിവില്ല എന്നൊക്കെ.
പറയാൻ പറ്റില്ലല്ലോ. അല്ല, ഈ കൃഷ്ണഭക്തി ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടായിരുന്നോ, അതോ? എന്താ വരുണിത്? ഒരു വിഷയം കിട്ടി അതന്നെ സംസാരിച്ചോണ്ടിരിക്ക. വരുൺ, കണിമംഗലത്ത് ഇവൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കണിമംഗലത്ത് അത്യാവശ്യം കാലിൽ കൊണ്ടാൽ മുറിയുന്ന 2 മുള്ളുകളുണ്ട്. ഒന്നിന്റെ പേര് കൽപ്പന, ഒന്നിന്റെ പേര് ഉർവശി. പിന്നെ ഭാഗ്യത്തിന് ഇയാൾക്ക് ഇതൊക്കെ നേരത്തെ അറിയാം. ഏത് രീതിയിലാ കൈകാര്യം ചെയ്യേണ്ടെന്ന് വെച്ചാ കൈകാര്യം ചെയ്തോളം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവളങ്ങനെയൊന്നും ചെയ്യില്ല. ചീത്ത പറഞ്ഞ തലകുനിച്ച് നിൽക്കാനും കരയാനും മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ആഹാ, ആര് പറഞ്ഞു? ഇപ്പൊ ഞാൻ ചിലതൊക്കെ പറയാറുണ്ട് അല്ലേ? അതിനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. എങ്കിലും നോക്കിക്കോണേ വരണേ. ഇവക്കൊരു വിഷമമുണ്ടെന്ന് കേട്ടാ പിന്നെ എനിക്ക് ഉറങ്ങാനാവില്ല.